യിരെമ്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു, നീ എന്നെ കണ്ടു, നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ദൈവം സകലതും അറിയുന്നു, സകലരെയും അറിയുന്നു. കാരണം ദൈവം സർവജ്ഞാനിയാണ്. എന്നാൽ ദൈവം അറിയുന്നു എന്ന അറിവില്ലാത്തതും അഥവാ പലപ്പോഴും അതിനെക്കുറിച്ച് മറന്നു കളയുന്നതുമാണ് മനുഷ്യൻ്റെ വീഴ്ചയുടെ ഏറ്റവും പ്രധാന കാരണം. സർവവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും എപ്പോഴും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർ എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കും ജീവിക്കുന്നത്. എന്നാൽ അതൊരിക്കലും ഒരു അടിമത്തത്തിലേക്ക് നയിക്കുന്ന അനുഭവമല്ല. കാരണം പാപം ചെയ്യുമ്പോഴാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത്. ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവൻ ഒരിക്കലും ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല. കയീൻ ദൈവസന്നിധി വിട്ട് മറ്റൊരിടത്തേക്ക് പോയതും യോന ദൈവസന്നിധി വിട്ട് തർശീശിലേക്ക് പോകാൻ കപ്പൽ കയറിയതുമെല്ലാം ദൈവത്തെ അനുസരിക്കാത്ത സാഹചര്യത്തിലായിരുന്നു. ഇവിടെയെല്ലാം ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവസാന്നിധ്യത്തെ ഉദ്ദേശിച്ചാണ്. തൻ്റെ ഇഷ്ടം ചെയ്യാതെ ഓടി അകലുമ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെയാണ് സകലരും. ദൈവം തങ്ങളെ അറിയുന്നുവെന്ന ബോധമില്ലാതെ ജീവിക്കുന്നവരാണ് ഭൂമിയിലെ മനുഷ്യരിൽ ഏറെ പേരും. എന്നാൽ അവർ അങ്ങനെ ആയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ അറിവിന് പുറത്തല്ല. കുറച്ചുപേരെങ്കിലും ദൈവം തങ്ങളെ അറിയുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ തിരിച്ചറിവുണ്ടായിരിക്കണം. മറ്റാരും നമ്മെ കാണുന്നില്ലെങ്കിലും നമ്മെ കാണുന്ന, നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം ഉണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ നാം കൂടുതൽ ശ്രദ്ധയുള്ളവരാകും. ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലായ്പ്പോഴും നമുക്കുണ്ടെന്നും നാം മനസ്സിലാക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.